നമസ്തേ. നമ്മൾ ഇന്ന് ഒരു ഉദാഹരണ ജാതകമാണ്. ഒരു ജാതകത്തിൽ രണ്ട് ഗുരു വിശേഷമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും. ഒരു ജാതകത്തിൽ രണ്ട് ഗുരുവിൻ്റെ സ്ഥാനം, രണ്ട് ഗുരു ഒരു ജാതകത്തിൽ. ഒരു ഗുരു തന്നെ നമുക്ക് ഒരുപാട് പ്രകാശം തരും, അല്ലേ? ഒരുപാട് ശുഭത്വം തരുന്ന ഒരു ഗുരു, അതിൻ്റെ കൂടെ മറ്റൊരു ഗുരുവും കൂടി ജാതകത്തിൽ വരികയാണെങ്കിൽ ആ ജാതകം എങ്ങനെയുണ്ടാവും? വളരെ വിശേഷമായിരിക്കും. അപൂർവ സമയത്താണ് നമുക്കങ്ങനെ കിട്ടുക. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ജാതകത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. ആ ജാതകത്തിൻ്റെ ക്വാളിറ്റീസ്, ആ ജാതകത്തിൻ്റെ അവസ്ഥ, ആ ജാതകത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ്. ഉദാഹരണത്തിൽ രണ്ട് ഗുരു എന്ന് പറയുമ്പോൾ ഒരു ജാതകം പ്രകാശിതമായിരിക്കുക, ഒരു ഗുരു തന്നെ പ്രകാശത്തോടു കൂടി നിന്നാൽ, ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ വളരെ വിശേഷ അവസ്ഥയാണ്. ഈ ജാതകത്തിൽ രണ്ട് ഗുരുവാണ് ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈ ജാതകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും ശുഭത്വം ഉണ്ടാവും. ഒരു ഗ്രഹത്തിനും ഈ കേതു ഒഴികെ മറ്റൊരു ഗ്രഹവും പാപത്വം ഇല്ല എന്നുള്ളതാണ്. എല്ലാ ഗ്രഹങ്ങളും ശുഭത്വത്തോടു കൂടിയാണ്. അതായത് എല്ലാ ഗ്രഹത്തിനും ഫലമുണ്ട്. ഒരു ഗ്രഹവും കെട്ടുപോകാത്തൊരു ജാതകം, വിശേഷമായിട്ടുള്ള നല്ലൊരു ജാതകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ജാതകമാണ്, മേടലഗ്നമാണ്. എങ്ങനെ രണ്ട് ഗുരു വരിക? അപൂർവം രണ്ട് ഗുരു വരാം, രണ്ട് ശനിയും വരും. രണ്ട് ഗുരുവും വരും, രണ്ട് ശനിയും വരും. രണ്ട് ഗുരു എന്ന് പറയുന്നത് പ്രകാശമുള്ള രണ്ട് ഗ്രഹങ്ങൾ, പൗർണമി ചന്ദ്രൻ വരുന്ന രണ്ട് ഗ്രഹങ്ങൾ. പൗർണമി ചന്ദ്രനാണ്, പ്രകാശമുള്ള നല്ല പ്രകാശിതമായ രണ്ട് ചന്ദ്രനും ഗുരുവും പരസ്പര ദൃഷ്ടിയിൽ. ഇതിന് ഗജകേസരി എന്നും കേസരി എന്നും, ഇതിൽ പൂർണ്ണമായ ഗജകേസരി കേസരി യോഗങ്ങളല്ല പ്രധാനം. രണ്ട് പ്രകാശഗ്രഹങ്ങളുടെ ആധിപത്യത്തിൽ ലഗ്നം, രാജത്വത്തോടു കൂടി നിൽക്കുന്ന ലഗ്നം. അതേസമയം രണ്ട് ശനിയും വരും. ഈ ശനി വന്നിട്ട് അമാവാസി ചന്ദ്രനും കൂടിയും ഒരു ശനിയും വന്നു കഴിഞ്ഞാലും ഇതുപോലെ വരും. ഇവിടെ ശനി നീചനാണ്. ഇതൊക്കെ നിങ്ങൾ കാണും. ലഗ്നം മേടലഗ്നമാണ്. ലഗ്നത്തിലെ പൗർണമി ചന്ദ്രനാണ്. അതുപോലെ തന്നെ ലഗ്നത്തിൽ കൂടെ ശനി നീചം ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, സൂര്യശനി ബന്ധം നന്നല്ല, ദോഷം ചെയ്യുമെന്ന് പറയും. പക്ഷേ ഇവിടെ എന്താണ്? നീചശനി ചന്ദ്രൻ്റെ, പൗർണമി ചന്ദ്രൻ്റെ അവസ്ഥയിലും യോഗത്തിലും, അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ട്, അതാണ് പ്രധാന. ഒരു ഗ്രഹയോഗത്തിൻ്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കുന്നത്. ദശകളുടെ പ്രാധാന്യവും ഗ്രഹയോഗങ്ങളുടെ പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത്. ദശകളുടെ പ്രാധാന്യവും ഗ്രഹയോഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ജ്യോതിഷം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ്. ഗ്രഹയോഗം പൗർണമി ചന്ദ്രനുമായി ശനി യോഗം ചെയ്യുകയാണ്. അതേസമയം ഗുരുചക്രന്മാർ ശനീനെ നോക്കുകയാണ്. 3 ശുഭഗ്രഹങ്ങളുടെ ബന്ധം കൊണ്ട് നീചനായ ശനി നീചഭംഗ രാജയോഗം ചെയ്തു. പരിപൂർണമായ നീചഭംഗ രാജയോഗം ശനിയും ചെയ്തു, രവിയും ചെയ്തു. നീചം ചെയ്യുമ്പോൾ തന്നെ, ഒരു ഗ്രഹം നീചം ചെയ്താൽ തന്നെ നമുക്കറിയാം 100 മാർക്കുണ്ട്. 120 മാർക്ക് വാങ്ങിച്ചിട്ടാണ് ആര് നിൽക്കുന്നത്? ശനി ഉച്ചത്തിൽ നിൽക്കുന്നതിനേക്കാൾ അധികം മാർക്കാണ്. സൂര്യൻ മേടത്തിൽ നിൽക്കുന്നതിനേക്കാൾ അധിക ബലത്തിലാണ് നിൽക്കുന്നത്. ശനി തുലാത്തിൽ നിൽക്കുന്നതിനേക്കാൾ അധിക ബലത്തിലാണ് നിൽക്കുന്നത്. 120% ബലത്തിലാണ് നിൽക്കുന്നത്. ശനിയും സൂര്യനും പരസ്പരം നിന്നാലേ നന്നല്ല. പക്ഷേ ഈ ജാതകത്തിൽ ആ ദോഷം ഉണ്ടാവില്ല. എന്താണ് കാരണം? ശുക്രൻ്റെയും ഗുരുവിൻ്റെയും പൗർണമി ചന്ദ്രൻ്റെയും യോഗം, പരസ്പര യോഗം കാരണം ആകെ പ്രകാശമയമായ, നീചനാണ് സൂര്യൻ, നീചനാണ് ശനി. പക്ഷെ അതൊന്നും ഇവിടെ ബാധിക്കാത്തൊരു ജാതകമാണ്. വളരെ വിശേഷമുള്ള ജാതകമാണ്, വളരെ അവസ്ഥയുള്ള ജാതകമാണ്. ദശകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജാതകത്തിൽ പ്രകാശം മാത്രമല്ല, ഇത് ലഗ്നവുമായിട്ടാണ് 3 ശുഭഗ്രഹങ്ങൾ ബന്ധം വരുന്നത്. ആ 2 പാപഗ്രഹങ്ങൾ കംപ്ലീറ്റ് ശുഭത്വപ്പെടുത്തി. അതായത് ഇയാൾ വളരെ മോശപ്പെട്ടവനാണെന്ന് വയ്ക്കുക, സൂര്യൻ നീചൻ അല്ലെങ്കിൽ ശനി നീചൻ. പക്ഷേ അയാൾക്ക് കൂട്ട് കിട്ടിയത് വലിയ ഉദ്യോഗസ്ഥന്മാരെ, കലക്ടർ, മന്ത്രി, അങ്ങനെയുള്ള ആളാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വലിയ പ്രവർത്തികൾ ചെയ്യുന്ന സന്യാസിവര്യന്മാരെ പോലെ, ഋഷിവര്യന്മാരെ പോലെയുള്ള ആളുകളുടെ കൂട്ട് കിട്ടുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അയാളുടെ സ്വന്തം സ്വഭാവം മാറ്റി വയ്ക്കേണ്ടി വരും. നമ്മുടെ മോഹൻലാലിൻ്റെ നരൻ എന്ന സിനിമയിൽ കണ്ടിട്ടില്ലേ? മധു ചെല്ലുമ്പോൾ മോഹൻലാൽ മൊത്തത്തിൽ ഒതുങ്ങിപ്പോകുന്ന പോലെ ചില കൂട്ടുകൾ ആ ഗ്രഹത്തിൻ്റെ പാപത്വത്തെ ഇല്ലാതെയാക്കി കളയും. അതീവ ദുഷ്ടനും പാപനും ക്രിമിനലും അടിപിടിയുടെ ആളൊക്കെയാണ്, കള്ളുകുടിയനൊക്കെയാണ് ശനി. പക്ഷേ എന്ത് വന്നു? പൗർണമി ചന്ദ്രൻ കൂടെ നിന്ന് കഴിഞ്ഞതുകൊണ്ട്, കൂട്ടുകെട്ട് ശുഭമായതുകൊണ്ട് ഇയാൾ വളരെ
നന്നായിപ്പോയി. മാത്രമല്ല ഗുരുവിൻ്റെയും ശുക്രൻ്റെയും നേർ ദൃഷ്ടി വരുന്നുണ്ട്. ശനി ശുഭനായി, സൂര്യനും ശുഭനായി. 3 ശുഭഗ്രഹങ്ങൾ ഒന്നിച്ച് പരസ്പര ദൃഷ്ടിയോടുകൂടി 1-ാം ഭാവവും 7-ാം ഭാവവും, ഇയാൾ നിൽക്കുന്ന ഭാഗവും നോക്കുന്ന ഭാഗവും ശുഭാവും. ഇയാൾ എന്ത് പ്രവൃത്തി ചെയ്താലും ശുഭാവും. ഇനി ഈ ജാതകത്തിലെ വളരെ പ്രത്യേകത നോക്കൂ. ഈ ജാതകത്തിലെ ദശകൾ നോക്കാം. ദശകളാണ് ഏറ്റവും പ്രധാനം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ജാതകത്തിലെ പൗർണമി ചന്ദ്രന് എപ്പോഴും, പൗർണമി ചന്ദ്രൻ്റെ ഒരു ക്വാളിറ്റി എന്താണ്? 90 ഡിഗ്രി ദൃഷ്ടിയുണ്ട്. അതിനാണ് ചന്ദ്ര അതിയോഗം എന്ന് പറയുക. ചന്ദ്രനാണ് നമ്മുടെ ആകാശവിധാനം. ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് ജ്യോതിഷം സഞ്ചരിക്കുന്നത്. ചന്ദ്രമണ്ഡലമാണ്, അല്ലെങ്കിൽ ചന്ദ്രനെ ചുറ്റുന്ന ആകാശത്തെയാണ് നമ്മൾ സോഡിയാക്കിൽ അല്ലെങ്കിൽ ഈ രാശിചക്രത്തിൽ കാണിക്കുന്നത്. അല്ലാതെ നക്ഷത്രങ്ങളുടെ ഭാഗത്തല്ല. നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ അതുവരെയുള്ള ഏരിയ, ചന്ദ്രൻ നിൽക്കുന്ന ആകാശത്തെയാണ്, ഭൂമി മുതൽ ചന്ദ്രൻ നിൽക്കുന്ന ആകാശത്തെയാണ് പ്രധാനമായിട്ടും ജ്യോതിഷത്തിൽ കണക്കാക്കി പറയുന്നത്. അതിലേക്ക് വരുന്ന ഡിഗ്രികളാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ദൃഷ്ടി 90 ഡിഗ്രി വരും പൗർണമിയിൽ. ആ പൂർണ്ണ പൗർണമിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ബുധനെയും ചൊവ്വേനെയും ശുഭത്വപ്പെടുത്തുന്നുള്ളതാണ്. ലഗ്നാധിപനായ ചൊവ്വ 6ലാണ് നിൽക്കുന്നത്. പാപഗ്രഹങ്ങൾ ലഗ്നാധിപത്യം വന്നാലും സ്ഥാനബലം വന്നു കഴിഞ്ഞാലോ ഉച്ചബലം വന്നു കഴിഞ്ഞാലോ, അതായത് 6, 8, 12 ഭാവങ്ങളിൽ മറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. 3, 6, 10, 11 ഭാവങ്ങളിലൊക്കെ മറഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും ഈ പാപഗ്രഹങ്ങൾ നല്ലത്. അതുകൊണ്ട് തന്നെ ചൊവ്വ ലഗ്നാധിപൻ മറഞ്ഞ് 6ൽ നിന്നു. പക്ഷെ ചന്ദ്രൻ്റെ പൂർണ്ണമായ 10 ഡിഗ്രിക്കുള്ളിൽ ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട് ചൊവ്വയ്ക്ക്. അപ്പോൾ ചൊവ്വ അതീവ ശുഭത്വം വന്നു. 6-ാം ഭാവത്തിൽ നിന്നാലും ചൊവ്വ ശുഭനായി. 6-ാം ഭാവത്തിൽ പാപഗ്രഹം ഒരു ഗ്രഹം നിന്നാൽ 6-ാം ഭാവത്തിൻ്റെ ഫലസിദ്ധി കെട്ടുപോകും. എന്ന് പറഞ്ഞാൽ കടം വാങ്ങിക്കില്ല, ദുരിതം, കടം, രോഗം, ഈ കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ സംഭവിച്ചു? ബുധനെയും നോക്കി ചൊവ്വേനെയും നോക്കി ചന്ദ്രൻ്റെ അതിയോഗം കൊണ്ട് ഈ 4-5 ഗ്രഹങ്ങളും ശുഭത്വം വരും. അതേപോലെ തന്നെ രാഹുവിനെ ആര് നോക്കും? ഗുരു നോക്കും. ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി രാഹുവിലേക്ക്, ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി ശനിയിലേക്ക്. അങ്ങനെ രാഹുവും പൂർണ്ണമായ ശുഭത്വത്തിലോടുകൂടിയാണ്. കേതു നിൽക്കുന്നത് എവിടെയാണ്? 5ലാണ്. കേതു അത്ര ഗുണമല്ല. കേതു മാത്രമാണ് ശുഭത്വമില്ലാതെ നിൽക്കുന്നത്. എന്നാലും പാപത്വമൊന്നുമില്ല. കാര്യം പാപഗ്രഹങ്ങളിലെ ബന്ധമൊന്നുമില്ല. സൂര്യൻ നീചനായതുകൊണ്ടാണ് കേതു ദശ വരുമ്പോൾ ദേശം ദോഷം വരും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജാതകനാണ്. കേതു ദശ 6.5 വയസ്സോളം ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞുപോയി. ഇയാൾക്ക് 6.5 വയസ്സ് വരെ ഇനി ദശകളെ നോക്കാം നമുക്ക്. മേടലഗ്നത്തിന് അല്ലെങ്കിൽ ചൊവ്വയുടെ ലഗ്നങ്ങളായിട്ടുള്ള മേടം, വൃശ്ചികം, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, കർക്കടകം, ചിങ്ങം, അതുപോലെ തന്നെ ഗുരുവിൻ്റെ ധനു, മീനം, ഈ 6 ലഗ്നങ്ങൾക്ക് എപ്പോഴും ആ ലഗ്നങ്ങളുടെ തന്നെ അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു ഈ ദശകൾ തുടർച്ചയായിട്ട് വരുന്നതാണ് നല്ലത്, അല്ലേ? മേടത്തിന് അതുപോലെ സൂര്യചന്ദ്രന്മാർക്ക്, ചൊവ്വയ്ക്കും സൂര്യചന്ദ്രന്മാർക്കും ഗുരുവിൻ്റെയും ക്ഷേത്രങ്ങൾ ലഗ്നമായി വരുമ്പോൾ അതേ ഗ്രൂപ്പിലുള്ളവരുടെ ദശ തുടർച്ചയായിട്ട് നല്ല പ്രായത്തിൽ വരുന്നത് നല്ലതാണ്. ഈ ജാതകത്തിൻ്റെ പ്രത്യേകത അതാണ്. 7 വയസ്സ് വരെ, 6.5 വയസ്സ് വരെ ഉണ്ടായിരുന്ന കേതു, അത് കഴിഞ്ഞ് ഏകദേശം 27 വയസ്സ് വരെ ശുക്രൻ ചരരാശിയിൽ തന്നെയാണ്. ശുക്രൻ എന്ത് ചെയ്യും? പക്ഷേ ശുക്രൻ അവയോഗനാണ്, അല്ലേ? 2, 7 ഭാവാധിപനായ ശുക്രൻ മേടത്തിൻ്റെ 7ൽ നിന്ന് പ്രണയം, കാമം, ഈ വിധ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. 7 വയസ്സിന് ശേഷം ഇയാൾക്ക് അവയോഗ ദശ വരും. അതായത് ശുക്രൻ്റെ വിദ്യാഭ്യാസത്തെ തടുക്കുന്ന, ഇല്ലാതാക്കുന്ന, ഇതെല്ലാം പ്രഡിക്ഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. വിദ്യയെ ഇല്ലാതെയാക്കും, വിദ്യയെ തടുക്കും, വിദ്യയിൽ നിന്ന് മാറി കാമത്തിന് പ്രാധാന്യം വരും, പ്രണയത്തിന് പ്രാധാന്യം വരും, പെൺകുട്ടികളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ, ഈ ശുക്രൻ്റെ സുഖങ്ങളെല്ലാം അവിടെ കൊടുക്കും. 27 വയസ്സ് വരെ ഇയാളുടെ വിദ്യയെ തടുത്ത് എല്ലാം ഇല്ലാതെയാക്കിയിട്ടാണ് ആ ജാതകം ഉണ്ടാവുക. പക്ഷേ ഇയാൾക്ക് അത് കഴിഞ്ഞ് വരുന്നത് സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, അത് കഴിഞ്ഞ് ഇപ്പം നടക്കുന്ന രാഹുദശ. ഈ ദശകളെല്ലാം യോഗദശകളാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു. ഈ ശുക്രനിൽ അവസാനം അദ്ദേഹം അത്യാവശ്യം വിദേശത്ത് പോയി ഒരു നല്ല അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശുക്രൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ കെടുത്തി 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. ഈ ജാതകത്തിൽ പറയുമ്പോൾ 4-ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ പൗർണമിയാണ്. ഉന്നത വിദ്യാഭ്യാസം 4ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ, ഉന്നത വിദ്യാഭ്യാസം 4-ാം ഭാവമാണ്. പക്ഷേ ചന്ദ്രന്
ബലം ഉണ്ടായിട്ടും ഇവിടെ ശുക്രദശ വന്നതുകൊണ്ട് ആ വിദ്യാഭ്യാസം ആ രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റില്ല. കാര്യം ദശയുടെ പ്രാധാന്യമാണ്. സത്യത്തിൽ ബുധന് ബലമുണ്ട്, ബുധൻ അത്യാവശ്യം ബലത്തിലാണ്. ബുധൻ്റെ ഒരു വീട്ടിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇയാൾക്ക് നല്ല നോളജാണ്, വളരെയധികം കഴിവുള്ള വ്യക്തിയാണ്. ഒരുപാട് പേരെ ലീഡ് ചെയ്യുന്ന, വളരെ ലീഡർഷിപ്പുള്ളൊരു ക്വാളിറ്റിയുള്ള, വളരെ അറിവുള്ള, വളരെ എല്ലാ രീതിയിലും ജ്ഞാനമാണ് കൊടുക്കുക. മിഥുനത്തിൽ നോക്കിയാൽ ഇവിടെ ബുദ്ധി അല്ലെങ്കിൽ അറിവ്, അവിടെ ജ്ഞാനം. ഇത് ജനറ്റിക്കലായിട്ട്, അതായത് സർഗാത്മകമായ കഴിവുകളെല്ലാം കൊടുക്കുന്ന മിഥുനത്തിലേക്ക് ഗുരുദൃഷ്ടിയാണ്. ബുധനാണെങ്കിൽ ചന്ദ്ര അതിയോഗത്തിലാണ്, അഷ്ടമത്തിലാണെങ്കിലും ചന്ദ്ര അതിയോഗത്തിലാണ്. ബുധൻ മറഞ്ഞത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചന്ദ്രാതിയോഗത്തിലാണ്. മേടലഗ്നക്കാർക്ക് ബുധൻ 6ാം ഭാവാധിപനാണ്, മറഞ്ഞു നിൽക്കുന്നത് നല്ലതുമാണ്. പക്ഷേ 6ാം ഭാവാധിപൻ 8ൽ നിന്ന് ദശ നടത്തുന്നത് ദോഷമാണ്. ബുധദശ വരുന്നത് അത്ര വലിയ റിസൾട്ട് വരില്ല, പക്ഷെ ബുധദശ വരില്ല ഈ ജാതകത്തിൽ. അതാണ് ഒരു ദശയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതേസമയം ഇയാൾ ബുധദശയാണ് ഒരു 25 വയസ്സിൽ വന്നതെങ്കിൽ ഈ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ വളരെയധികം ഉയർന്ന അവസ്ഥയിലുള്ള ഒരു ജാതകമാവാനുള്ള കാരണം ഇയാൾക്ക് തീർച്ചയായിട്ടും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചതും മേടലഗ്നമായതും ലഗ്നത്തിലെ പൗർണമി ചന്ദ്രനും ഗുരുശുക്ര ബന്ധം വന്നതും അതുപോലെ തന്നെ നീചനായ ശനിയെ നീചഭംഗ രാജയോഗം ചെയ്തുകൊണ്ട് ചന്ദ്രനും ഗുരുശുക്രന്മാരും നോക്കുന്നതും സൂര്യൻ നീചനായി നീചഭംഗ രാജയോഗം ചെയ്ത് ഗുരു ശുക്ര ബന്ധം വന്ന് ചന്ദ്രയോഗം വരുന്ന 2 ഗുരുവാണ് ഈ ജാതകത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഫോക്കസ്. അതായത് ഒരു ജാതകത്തിലെ 2 ഗുരു ഒരുപോലെ പ്രകാശിച്ച് നിൽക്കുകയാണ്. 1ാം ഭാവത്തിൽ നിൽക്കുന്ന പൗർണമി ചന്ദ്രൻ ഗുരു തന്നെയാണ്. നമ്മളത് ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി, ശരിക്കും പറഞ്ഞാൽ പൗർണമി ചന്ദ്രൻ പറഞ്ഞ ഉച്ചസ്ഥിതിയിലാണ് ചന്ദ്രൻ്റെ. ഒരു മാസത്തെ ഏറ്റവും പൂർണ്ണമായ ചന്ദ്രൻ എല്ലാ മാസവും നമുക്ക് പൗർണമിയിലേക്ക് വരും. അത് ഒരു ഗുരുവിനേക്കാൾ ബലം തരും പൗർണമി ചന്ദ്രൻ. ഗുരുവിനേക്കാൾ ബലമാണ് ഈ ജാതകത്തിൽ പൗർണമി ചന്ദ്രൻ. കാര്യം ഈ 5 ഗ്രഹങ്ങളെ ശുഭത്വപ്പെടുത്തുമെന്ന് മാത്രമല്ല, ഈ ശനീനെ 6 ഗ്രഹങ്ങളെ ശുഭത്വപ്പെടുത്തിക്കൊണ്ട് പൗർണമി നിൽക്കുന്ന ഈ ഒരു ചന്ദ്രൻ ഇയാൾക്ക് മനോബലം, എല്ലാ ഗുണങ്ങളും കൊടുക്കും. അത്ര വളരെയധികം സമ്പുഷ്ടമായ ഒരു ജാതകമാണ്. രാഹുർദശയാണ്. രാഹുർദശയും 7ാം ശനി, ജന്മശനി. രാഹുർദശയിൽ എനിക്ക് തോന്നുന്നു ബുധൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബുധൻ്റെ അപഹാരം ചെറിയൊരു ബുദ്ധിമുട്ട് വരുത്തും. അപ്പോൾ അത് ചെറിയൊരു സമയദോഷം, അതായത് ശനിയുടെയും ബുധൻ്റെയും അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ചെറിയൊരു ദോഷമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. 7ാം ശനിയും ബുധാപഹാരവും ശനി അപഹാരവും വരുന്നൊരു സമയം ചെറിയൊരു ദോഷങ്ങൾ, അത് വലിയ കാര്യമായ ദോഷങ്ങളൊന്നും ഈ ജാതകത്തിൽ വരില്ല. ബുധദശ വന്നാൽ ദോഷം വരും, ബുധദശ വരില്ല ഈ അദ്ദേഹത്തിന്. അതുമാത്രമല്ല, ഈ രാഹുവിൻ്റെ ദശയാണെങ്കിലും ഗുരുദൃഷ്ടിയിൽ വന്ന രാഹുവാണ്. അപ്പോൾ ഈ രാഹുവിനും പാപത്വം ഇല്ലാതെ 11ൽ നിൽക്കുന്നു. ധനസമ്പാദനവും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു അവസ്ഥയിൽ വിദേശത്ത് നല്ലൊരു സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ജാതകം കണ്ടാൽ 2 നീചനാണ്, ലഗ്നാധിപൻ 6ലാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ജാതകം ഗുണം ചെയ്യില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല, വളരെയധികം വിശേഷമാണ്. പക്ഷേ വിദ്യാഭ്യാസമില്ല, വിദ്യാഭ്യാസം കെട്ടുപോകും. അതെന്തുകൊണ്ടാണ്? ശുക്രദശ 27 വയസ്സ് വരെ ശുക്രദശയാണ്. ശുക്രദശ 27 വയസ്സ് വരെ അദ്ദേഹത്തിന് ശുക്രദശയാണ്. ശുക്രൻ എന്തേ കൊടുക്കുള്ളൂ? കാമമാണ് കൊടുക്കുക. ചില സമയങ്ങളിൽ പൂർണ്ണം മേടലഗ്നത്തിന് 7ാം ഭാവാധിപനായതുകൊണ്ട് ആധിപത്യ വിശേഷമാണ് കൊടുക്കുന്നത്. 2, 7 ഭാവാധിപത്യമാണ്. അവിടെ വിദ്യ പറഞ്ഞിട്ടില്ല, ആധിപത്യം. അതേസമയം ചന്ദ്രദശയായിരുന്നെങ്കിൽ വിദ്യയിൽ ടോപ്പ് വരും. ബുധദശയാണെങ്കിലും വിദ്യയ്ക്ക് ഗുണം ചെയ്യും. പക്ഷേ ശുക്രദശ വന്നതുകൊണ്ട് 2, 7 ഭാവാധിപത്യം വിദ്യയിൽ നിന്ന് മാറി വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ അത് മിക്കവാറും ശുക്രദശ പഠന സമയത്ത് വരുന്നത് നന്നല്ല. ചില ശുഭത്വമൊക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഒരു ഉയർന്ന അവസ്ഥയിൽ ജീവിക്കാനുള്ള, വല്ലാത്തൊരു ഉയർന്ന അവസ്ഥയിൽ ജീവിക്കാനുള്ള അവസ്ഥ ഈ ജാതകത്തിലുണ്ട്. അത് പൂർണ്ണമായിട്ടും പറയാനും നമുക്ക് പറ്റി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രഡിക്ഷൻ കൊടുത്ത ജാതകമാണ്, വളരെ നല്ലൊരു ജാതകം. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. 2 ഗുരുവിൻ്റെ, ഇത് 2 ഗുരുവല്ല, ശരിക്കും പറഞ്ഞാൽ ചന്ദ്രൻ ഗുരുവായിട്ടും ഗുരുവായിട്ടും ശുക്രൻ ഇത് പറഞ്ഞ് മൂലത്രികോണത്തിൽ നിൽക്കുന്ന ശുക്രൻ 3/4 ഗുരുവായിട്ടും വരും. അതായത് ശുക്രന് ഗുരുവിൻ്റെ പകുതി ബലമാണ്, ഒറ്റക്കണ്ണാണ്, പകുതി ബലമുള്ളൂ. പക്ഷേ മൂലത്രികോണത്തിൽ അല്ലെങ്കിൽ ഉച്ചത്തിലൊക്കെ വരുമ്പോൾ കുറച്ചൊരു ബലം, ഒരു 50%-ലധികം ബലം. അപ്പോൾ അത് 2.5 ഗുരു ഉള്ള ജാതകമാണ്. ഒരു ജാതകത്തിലെ 2.5 ഗുരു, അല്ലേ? 2.5 ഗുരു ഉള്ള ജാതകം. ആ ജാതകത്തിൻ്റെ ദശകളുടെ ക്വാളിറ്റി. ഇതേ സമയം ദശകളും കൂടി അനുകൂലം അല്ലെങ്കിൽ കാര്യം മാറും. കാര്യം ഇയാൾക്ക് ശനിദശ, അതുപോലെ
ബുധദശ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇത്രയും വിശേഷം ഉണ്ടാവില്ല. ഈ വിശേഷത്തിൻ്റെ പ്രധാനം ദശയുമാണ്. അതുപോലെ തന്നെ 7ാം ഭാവത്തിന് ലഗ്നത്തിനും ബലം, ലഗ്നാധിപന് അതീവ ബലമൊക്കെ വന്നതാണ്. ലഗ്നത്തിൻ്റെ ശുഭത്വം, ബലം, ലഗ്നാധിപൻ്റെ ബലം, ദശ എല്ലാം ചേരുന്നതാണ് ഒരു ജാതകത്തിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുക. അപ്പോൾ 2.5 ഗുരു വന്ന, അത് ഡയറക്റ്റ് ലഗ്നവുമായി ബന്ധം വന്ന ഒരു ജാതകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സാധാരണഗതിയിൽ 2.5 ഗുരു കിട്ടുന്നത്, ലഗ്നവുമായി ബന്ധം കിട്ടുന്നതും ഇങ്ങനെ ഒരു അവസ്ഥ കിട്ടുന്നതും വളരെ അപൂർവമായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ നിങ്ങളെന്ന് അറിയിച്ചതാണ്. ഇത് കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.